എൻ്റെ ഞാൻ കട്ടലാലേട്ടൻ ഫാനാ. രണ്ട് മറ്റുള്ളവരെ പോലെ ഞാൻ അങ്ങനത്തെ ഒന്നുമില്ല. കട്ടലാലേട്ടൻ ഫാനാ. ജനിച്ച നാൾ മുട്ടി ഇന്നുവരെ കട്ടലാലേട്ടൻ ഫാൻ. പക്ഷേ കുറേ നാളുകളായി നമുക്ക് മനസ്സ് നിറഞ്ഞ് വന്നം, കണ്ണ് നിറഞ്ഞ് നമുക്ക് കൈയടിച്ചിറങ്ങണം. അത് ഇപ്പോഴാണ് വന്നത്. സിനിമയിൽ ലാലേട്ടനെ കാണിക്കണ ആദ്യത്തെ ഷോട്ട്, വെരി ഫസ്റ്റ് ലാലേട്ടൻ്റെ കാണിക്കണ വിജയ് മേനോൻ എന്നുള്ളൊരു ഷോട്ട്. അതിൽ ലാലേട്ടനല്ല, അത് വിജയ് മേനോനാണ്. അവിടെ നിന്ന് തുടങ്ങി പടം മഞ്ഞ്. പക്ഷേ ഈ സിനിമയിൽ ഞെട്ടിച്ച റോള് അനശ്വര. ഈ സിനിമ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും മുമ്പ് ഈ ഒരു റോള് അനശ്വര എങ്ങനെ ചെയ്യും, അനശ്വരയിലായിരിക്കണ കാര്യം പടത്തിൻ്റെ A to Z അവളെങ്ങനെ ഈ ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്ന വെച്ചാലാണ് ഈ പടത്തിൻ്റെ വെഡിക്ക് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ എടുക്ക അവാർഡ് കൊടുക്കാൻ അനശ്വരക്ക് അതേ പറയാനുള്ളൂ. കാരണം ഓരോ ഷോട്ടുണ്ട്, ഒരു 3 വെട്ടിക്കൽ സീനറുണ്ട് അനശ്വര കാണിക്കുന്നത്. അതായത് ജിത്തു പറഞ്ഞ പോലെ 4 ആംഗിളിൽ നിന്ന് 4 ക്യാമറ എടുത്തിട്ട് ഒരു ക്വാർട്ടർ റൂം മൊത്തം ഇങ്ങനെ ചെയ്തേക്കുക. അതിൽ ഓരോരുത്തരുടെ ഇമോഷൻസ് എങ്ങനെ ക്യാപ്ചർ ചെയ്യണം അത് പക്ക. അതിൽ അനശ്വരയുടെ ഒരു സീനുണ്ട്, അത് നിങ്ങൾ കാണുക മനസ്സിലാവും. ഒരു 3 വെട്ടിക്കൽ സീനുണ്ട്. അതൊക്കെ വെറുതെ പക്ക ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ സൗണ്ട് കേട്ടിട്ട് എങ്ങനെ എടുക്കുന്നു അനശ്വര. അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ദിഖ് സാർ, അങ്ങേർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ റോള്. വെരി പെർഫെക്റ്റ്. അതിൽ ലാലേട്ടനെ കൂടി നിൽക്കുമ്പോൾ എങ്ങനെ ലാലേട്ടനോട് ഇത്തിരി ഒച്ചത്തിൽ സംസാരിച്ചിട്ട് ലാലേട്ടൻ്റെ താഴ്ത്തണം, അത് സിദ്ദിഖിനെ പറ്റുള്ളൂ. സിനിമയിലത്തെ ഏറ്റവും പെർഫെക്റ്റ് സംഭവം കാസ്റ്റിംഗ് ആണ്. അതേപോലെ ജഡ്ജിയായിട്ട് അഭിനയിച്ച ആൾ, പേര് എനിക്കറിയില്ല, അയാളെ ലെഫ്റ്റ് ഹാൻഡിൽ എഴുതുന്നത് തന്നെ എന്താ ഒരു ഓതന്റിക് കോട്ടെന്നൊക്കെ പറഞ്ഞില്ലേ, പെർഫെക്റ്റ് ആണ്. പടം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് ഇറങ്ങി വരാം, കൈയടിച്ച് വരാം. അടിപൊളിയാണ്, നല്ല ചിത്രം തന്നെയാണ്. എടുത്തു പറയാനുണ്ടെങ്കിൽ ഒരു മികച്ച കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. ടീം പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ഒരുപാട് മികച്ച ഗൂസ് ബംസ് മൊമെന്റ് നൽകുന്നുണ്ട് നമുക്ക്. ലാലേട്ടൻ്റെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ മികച്ചൊരു കംബാക്ക് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയുക. ഇമോഷണലി നമ്മളെ ഒരുപാട് ബാക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ഒരുപാട് മൊമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ അവരെടുത്ത് പറയേണ്ട ഇന്റർവ്യൂസിലായാലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ജിത്തു ജോസഫ് തന്നെ എടുത്ത് പറയേണ്ട ഒരു സീക്വൻസ്, അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്ത് തന്നെ ഒരു വലിയ ഓഡിയൻസിന്റെ കൂടെ തന്നെ ഇരുന്ന് ഫീൽ ചെയ്യേണ്ട മൊമെന്റ്സ് 2-3 ഉണ്ട്. അതുപോലെ തന്നെ പുള്ളി നല്ലതുപോലെ പോർട്രേ ചെയ്തിട്ടുണ്ട്. ആ വിജയ് മോഹൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ അത്രയും വിജയപൂർവ്വമായിട്ട് പുള്ളി പോർട്രേ ചെയ്തിട്ടുണ്ട്. മാസം വേറൊരു എന്റർടൈൻമെന്റ് പാക്കേജ് മസാല ഒന്നും പ്രതീക്ഷിച്ച് പോകാതെ ഒരു പക്ക കോർട്ട് റൂം ഡ്രാമ എങ്ങനെയാകും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോർട്ട് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വ്യക്തതയോടെ തന്നെ അവർ കൺവേ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് തികച്ച വിജയം. അടിപൊളിയായിട്ടുണ്ട്. ദൃശ്യം 1 ദൃശ്യം 2യുടെ നമുക്കൊരു ഫീൽ ഇല്ലേ, അത് ഇതായിട്ടുണ്ട്. ഇൻഡസ്ട്രി ഹിറ്റാണ്. എല്ലാ ലാംഗ്വേജസും റീമേക്ക് ആകും, എല്ലാ ലാംഗ്വേജസും. ദൃശ്യം 1 ദൃശ്യം 2 പോലെ കൊറിയയിലും ജപ്പാനിലും കമൽഹാസനും അജയ് ദേവ്ഗനും എങ്ങനെ വന്ന് തൂക്കിക്കൊണ്ടുപോയി ദൃശ്യം 1 ദൃശ്യം 2നെ അതുപോലെ തൂക്കിക്കൊണ്ടു പോകും നേരത്തിന്. അതുപോലെ തോന്നി. അയ്യോ, എൻഡിലൊക്കെ നമുക്കൊക്കെ ഇങ്ങനെ ഒരു കരച്ചിലൊക്കെ വരും. നമ്മളിങ്ങനെ ഒരു കരച്ചിലൊക്കെ നമുക്കും വരും. പുള്ളി ഇത്രയുമായിട്ട് ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, പണ്ടത്തെ ഒരു ലാലേട്ടൻ പോലെ അടിപൊളിയായിരുന്നു. ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റും മോഹൻലാലിന്റെ അഭിനയം ഒന്നും തോപ്പിക്കാൻ പറ്റത്തില്ല ഈ ജോഡിനെ. എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആക്ച്വലി മഹാരാഷ്ട്രയിൽ നിന്ന്, ഞാൻ പൂനെയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ ഇത് കാണാനായിട്ട്, അതായത് ജിത്തു ജോസഫും മോഹൻലാലിന്റെ കോമ്പിനേഷൻ കാണാനായിട്ട് ഇവിടെ വന്നത്. കവിതയിൽ 9:30 ഫുൾ ഹൗസ്ഫുള്ളിൽ ഒരു നിമിഷം പോലും നമുക്ക് കണ്ണടയ്ക്കാൻ സമയം കിട്ടിയില്ല. അത്രയും ടൈറ്റായിട്ട് വെച്ചിട്ടുണ്ട് പടം. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഔട്ട്സൈഡ് ആൾക്കാർ തീർച്ചയായിട്ടും റീമേക്ക് ചെയ്യാൻ വരും. അടിപൊളി പടം, വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ട്. എല്ലാ താരങ്ങളുടെയും പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ്റെ അനശ്വരയുടെയും പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അനശ്വരയ്ക്ക് ഇങ്ങനെ അഭിനയിക്കുമെന്ന് നമുക്ക് തോന്നത്തോലുമില്ല, അത്രയും കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ജിത്തു സാറ് ഈ സിനിമയ്ക്ക് മുമ്പ് ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഒക്കെ ടൈമിൽ പറഞ്ഞ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് സസ്പെൻസോ ട്വിസ്റ്റോ ഒന്നുമില്ല, ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ കുറേ നാളായിട്ട് വളരെ സാറ്റിസ്ഫൈ ആയിട്ട് കണ്ടിറങ്ങുന്ന ഒരു സിനിമയാണ് നേര്. പറയാനായിട്ട് ഒരുപാട് പറയാനുണ്ട് ശരിക്കും. പക്ഷേ കാരണം സിനിമ ഇപ്പോഴും കണ്ടിട്ടുള്ള ആ ഒരു ഇമോഷണൽ, ആ ഒരു സിനിമയുടെ കൊളുത്തി വലിക്കുന്ന ഒരു ഫീൽ ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പല സിനിമകൾ കാണുന്നു, മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നു, കുറേ അടിച്ചുപൊളി ഇടിവെട്ടുപടങ്ങൾ വരുന്നു. പക്ഷേ ഇതിനിടയിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാലകാലങ്ങളോളം ഒരു ഡെപ്ത് ഉള്ളൊരു മൂവിയായിട്ടാണ് ഇപ്പോൾ ഈ മൂവിനെ എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കോർട്ട് റൂം സീൻസൊക്കെ പൂർണ്ണമായിട്ടും പെർഫെക്ഷനോട് കൂടിയാണ് എടുത്തേക്കുന്നത്. കാരണം അത്രയ്ക്ക് വെൽ ക്രാഫ്റ്റഡ് ആണ്. കാരണം
ഞാൻ പേഴ്സണലി എഡ്യൂക്കേറ്റ് ആണ്. അപ്പോൾ എനിക്ക് കോടതി മുറികളിൽ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകൾ അത്രയ്ക്ക് ഡീറ്റെയിലിങ്ങോട് കൂടി ഒബ്സർവേഷനോട് കൂടി എടുത്തിരിക്കുന്നു. ലാലേട്ടൻ്റെ കഥാപാത്രമാണെങ്കിലും പൂർണ്ണമായിട്ടും ഒരു നീതിക്ക് വേണ്ടിയുള്ള ഇരയ്ക്ക് എങ്ങനെ വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, ആ കടന്നു പോകുന്ന ലോയറിൻ്റെ ഒരു പേഴ്സണൽ ആ ഒരു എന്താ പറയുക ഇമോഷണൽ ഡെപ്ത് അല്ലെങ്കിൽ മാനസിക സംഘർഷമൊക്കെ പൂർണ്ണമായിട്ടും അതിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഡിഫൻസൊക്കെ എത്രത്തോളം ഒരു പ്രതിരക്ഷിക്കാൻ വേണ്ടി പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഒരു സ്പോയിലേഴ്സ് ആയിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു ആളുകൾക്ക് ഒരു നോവ് നൽകുന്ന അതുപോലെ തന്നെ പൂർണ്ണമായി തൃപ്തി നൽകുന്ന ഒരു ശരാശരി സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു മുതൽക്കൂട്ടാണ് സിനിമ. ഒരു മസ്റ്റ് വാച്ചാണ്. ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാൻ പറ്റുമോ? പറയാം ഉറപ്പായിട്ടും ക്രിസ്മസ് ലാലേട്ടൻ. അല്ല, ലാലേട്ടൻ്റെ മാസ് ഡയലോഗോ ആക്ഷനോ ഒന്നും ഇല്ലാത്ത ഇമോഷണലി അങ്ങനത്തെ ഒരു ഫിലിമാണോ? മാസ് ഡയലോഗ് സഹായത നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ മാസ് ഡയലോഗിനപ്പുറം ഓരോ പറയുന്ന സെന്റൻസ് ആയാലും അതിൻ്റെതായ ഒരു പവറുണ്ട്. എല്ലാം നമ്മൾ അവിടെ ലാഗില്ലായിരുന്നു. നമ്മളെന്താ പ്രതീക്ഷിപ്പിച്ചിട്ട് സാർ പല ഇന്റർവ്യൂവിലും പറഞ്ഞു നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോഴത്തേനും. പക്ഷെ അതുപോലെ അല്ല, ശരിക്കും നിങ്ങളിത് തിയേറ്ററിൽ വന്ന് കാണണം. ഒരു പ്രാവശ്യം പോലും നമുക്ക് ചിന്തിക്കാൻ ഇട വരുന്നില്ല. ഇങ്ങനെ എന്താ പറയുക അടിച്ചിടുകയായിരുന്നു ഓരോ സീൻസും. നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അയ്യോ അടുത്തത് എന്ത് എന്നുള്ളൊരു ആ ഒരു മൂമെന്റ് ആയിരുന്നു. എനിക്ക് സത്യത്തിൽ അങ്ങനെയാണ്. എന്തായാലും എല്ലാവരും പോയി കാണണം. നമ്മുടെ കൂടെ ആവശ്യമായി പിന്നെ അതെ കാണേണ്ട. അനശ്വരയുടെ ആക്ടിങ്ങിൽ ഉഗ്രനായിരുന്നു. അനശ്വര, പ്രിയാമണി, സിദ്ദിഖിക്ക, ജഗദീഷ് ചേട്ടൻ, ശങ്കർ മൈക്കിളായിട്ട് അഭിനയിച്ചേക്കുന്ന ശങ്കർ, എല്ലാവരുടെ ആക്ടിങ് ഉഗ്രനായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ ഗണേഷ് കുമാർ എല്ലാവരുടെ ആക്ടിങ് ഒന്നിനൊന്നിന് വെച്ചാണ്. ഇന്നവര് ടോപ്പ് എന്നല്ല, എല്ലാവരും കൂടെ കൂട്ടിയാണ് ആ ഒരു മൂവി വിജയിച്ചത്. എന്തായാലും ലാസ്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതെ, നേരിന്റെ വിജയം.